വളരെക്കാലം മുമ്പ് തന്റെ ജനങ്ങൾക്ക് പ്രിയപ്പെട്ടവനും അയൽ ഭരണാധികാരികൾക്ക് അസൂയ തോന്നിയവനുമായ ഒരു കുലീന രാജാവുണ്ടായിരുന്നു. അത്തരമൊരു എതിരാളിയായ ഒരു രാജാവ് അദ്ദേഹത്തെ അട്ടിമറിക്കാൻ പദ്ധതിയിട്ട് സൗഹൃദത്തിന്റെ മറവിൽ ഒരു വലിയ വിരുന്നിന് അദ്ദേഹത്തെ ക്ഷണിച്ചു. എന്നിരുന്നാലും എതിരാളി രഹസ്യമായി ഭക്ഷണത്തിനിടയിൽ രാജാവിനെ വിഷം കൊടുക്കാൻ പദ്ധതിയിട്ടു. ജ്ഞാനിയും ജാഗ്രതയുമുള്ള കുലീനനായ രാജാവ് വഞ്ചന മനസ്സിലാക്കി. അദ്ദേഹം ക്ഷണം സ്വീകരിച്ചു. പക്ഷേ രഹസ്യമായി തന്റെ വിശ്വസ്ത ഉപദേഷ്ടാവായ ഒരു വിദഗ്ധനായ രോഗശാന്തിക്കാരനെ ഒരു ദാസന്റെ വേഷം ധരിച്ചു കൊണ്ടുവന്നു. എതിരാളിയുടെ കൊട്ടാരത്തിൽ എത്തിയപ്പോൾ രാജാവ് ദ്രോഹത്തിന്റെ സൂക്ഷ്മമായ ലക്ഷണങ്ങൾ നിരീക്ഷിച്ചു. നിർബന്ധിത പുഞ്ചിരികൾ, അമിതമായ ആഡംബര വ്യാപനം, എതിരാളിയുടെ പരിഭ്രാന്തി. വിരുന്ന് ആരംഭിക്കുന്നതിനു മുമ്പ് രാജാവ് സുഖമില്ലെന്ന് നടിക്കുകയും തന്റെ ദാസനെ ആദ്യം തന്റെ ഭക്ഷണം രുചിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. സാഹചര്യം മനസ്സിലാക്കിയ ഉപദേഷ്ടാവ് വിവേകപൂർവ്വം പാത്രങ്ങൾ പരിശോധിച്ച് അവയിൽ വിഷം കലർന്നിട്ടുണ്ടെന്ന് സ്ഥിരീകരിച്ചു. രാജാവ് പിന്നീട് ഒരു ധീരമായ നീക്കം നടത്തി. അദ്ദേഹം തന്റെ പാത്രം ഉയർത്തി പറഞ്ഞു, നമ്മുടെ പുതിയ സൗഹൃദത്തിന്റെ ബഹുമാനാർത്ഥം, വിശ്വാസത്തിന്റെ അടയാളമായി നമുക്ക് പ്ലേറ്റുകൾ കൈമാറുകയും പരസ്പരം പാത്രങ്ങളിൽ നിന്ന് കഴിക്കുകയും ചെയ്യാം. സംശയം ജനിപ്പിക്കാതെ നിരസിക്കാൻ കഴിയാതെ എതിരാളി രാജാവ് മടിച്ചുനിന്നു. അദ്ദേഹത്തിന്റെ പരിഭ്രാന്തി അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും തന്റെ വഞ്ചന വെളിപ്പെടുത്തി. ലജ്ജയും പ്രതികാര ഭയവും തോന്നിയ എതിരാളി ക്ഷമ ചോദിച്ചു. കുലീനനായ രാജാവ് ജ്ഞാനവും കരുണയും കാണിച്ചുകൊണ്ട് അവനോട് ക്ഷമിച്ചു. പക്ഷേ ഇനി ഒരിക്കലും അത്തരം വഞ്ചനയ്ക്ക് ശ്രമിക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകി. രാജാവിന്റെ കൃപയാൽ താഴ്മയുള്ള എതിരാളി തങ്ങളുടെ രാജ്യങ്ങൾക്കിടയിൽ വിശ്വസ്തതയും സമാധാനവും വാഗ്ദാനം ചെയ്തു. നിങ്ങളുടെ സഹജാവബോധത്തെ വിശ്വസിക്കുക. കുലീനനായ രാജാവിന്റെ അപകടം തിരിച്ചറിയാനുള്ള കഴിവ് അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിച്ചു. ബുദ്ധിപരമായ ചിന്ത ശത്രുക്കളെ നിരായുധരാക്കുന്നു. രാജാവിന്റെ പെട്ടെന്നുള്ള ബുദ്ധി സാഹചര്യത്തെ അദ്ദേഹത്തിന് അനുകൂലമാക്കി മാറ്റി. കാരുണ്യം ശക്തമാകും. ശത്രുക്കൾക്ക് ക്ഷമിക്കുന്നത് ശക്തമായ സഖ്യങ്ങളിലേക്കും ശാശ്വത സമാധാനത്തിലേക്കും നയിച്ചേക്കാം.